നിങ്ങൾ ഇന്ന് അവസാനമായിട്ട് കഴിച്ച ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റഡി സെഷൻ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുള്ള കാര്യം ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പസിൽ വിസിറ്റിന് പോയപ്പം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവർക്ക് രാവിലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്ഷീണം തോന്നുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നു. അപ്പം കൂടുതൽ ചോദിച്ചപ്പം രാത്രിയൊക്കെ ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ട്, വലിയ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിച്ചു, സാധാരണ എന്താ കഴിക്കാറെന്നുള്ളത് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് പല ദിവസങ്ങളിലും ഹോസ്റ്റലിലെ ഫുഡിന് പകരം അവൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കുറച്ച് ബിസ്ക്കറ്റായിരുന്നു. ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ പെട്ടെന്ന് ഉയരും. ഇൻ അതർ വേർഡ്സ്, ഈ ഫുഡിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ്. നിങ്ങളും ഇതുപോലെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ചെന്ന് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി ബ്ലഡിലൊരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടുമ്പം അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ ഇൻസുലിൻ്റെ ലെവൽ കൂടും. അങ്ങനെ ഇൻസുലിനും ഒരു സ്പൈക്ക് ഉണ്ടാവും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ വന്നിട്ട് ഈ ഗ്ലൂക്കോസ് ലെവലിനെ തിരിച്ച് ഈ ഒരു സ്പൈക്കിൽ നിന്ന് നോർമലിലോട്ട് കൊണ്ടുവരും. ബട്ട് വീണ്ടും ആക്ട് ചെയ്ത് നോർമൽ ലെവലിലും താഴോട്ട് പോകും. അപ്പം ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എക്സസ് ആയിട്ടൊരു ക്ഷീണോ അല്ലെങ്കിൽ ഒരു ഉറക്കം വരുന്നതും അല്ലെങ്കിൽ ഒരു വീണ്ടും ഫുഡ് കഴിക്കാനുള്ള തോന്നലൊക്കെ ഉണ്ടാകും. ഇനി ബിസ്ക്കറ്റ് പോലത്തെ ഒരു ഫുഡിന് പകരം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ്, ഒരു ഇഡലി സാമ്പാർ പോലത്തെ ഒരു ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗൺ കുറച്ചും കൂടെ പതുക്കെയാണ് നടക്കുക. ആസ് എ റിസൾട്ട് ബ്ലഡിൽ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകത്തില്ല. ആൻഡ് അത് കാരണം നമ്മുടെ ഇൻസുലിൻ്റെ ആക്ഷൻ നോർമൽ ആയിരിക്കും. സോ നിങ്ങളുടെ ബ്രെയിനിന് സ്റ്റഡി ആയിട്ട് ഒരു ഗ്ലൂക്കോസിൻ്റെ സപ്ലൈ, സ്റ്റഡി ആയിട്ടുള്ളൊരു എനർജി സപ്ലൈ ഉണ്ടാവും. അത് കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾക്കും ഇതുപോലെ ക്ഷീണം വരുമോ അല്ലെങ്കിൽ പഠിക്കാൻ നേരത്ത് ഫോക്കസ് ഒക്കെ പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കാരണമാണോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇനി നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ മാക്സിമം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ നോക്കുക. ഇടയിലുള്ള സ്നാക്കിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. ഈ പറഞ്ഞ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക.